എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നമുക്ക് 5 ലക്ഷം രൂപ വരെ ലോൺ നേടുവാനായിട്ട് സുവർണ അവസരം വന്നിരിക്കുകയാണ്. 15 വർഷം കൊണ്ട് അത് തിരിച്ചടച്ചാൽ മതിയായിരിക്കും. അപ്പോൾ ഇതുമായി ബന്ധപ്പെടുത്തിയുള്ള കൂടുതൽ വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം. ഈ ഒരു ലോണിൻ്റെ പേര് ഗ്രാമീൺ ഈസി ലോൺ എന്നാണ്. എല്ലാവർക്കും ഈ ഒരു ലോണ് എടുക്കുവാൻ സാധിക്കുന്നതാണ്. നമ്മുടെ വിവിധങ്ങളായിട്ടുള്ള ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായിട്ട് നമുക്ക് ഈ ഒരു ലോണ് എടുക്കുവാൻ സാധിക്കുന്നതാണ്. പക്ഷേ ശ്രദ്ധിക്കേണ്ടതാണ്, ബിസിനസ് ആവശ്യങ്ങൾക്കായിട്ട് ഈ ഒരു ലോണ് എടുക്കുവാൻ സാധിക്കുന്നതല്ല. നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള ആവശ്യങ്ങൾക്ക് ഈ ഒരു ലോണ് നമുക്ക് വളരെ വേഗത്തിൽ തന്നെ എടുക്കുവാൻ സാധിക്കുന്നതാണ്. നമുക്ക് പേഴ്സണൽ ലോണായിട്ട് പൊതുവായിട്ടും നമ്മുടെ വിവാഹ ആവശ്യങ്ങൾ ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസപരമായിട്ടുള്ള ആവശ്യങ്ങൾ, അതുപോലെ തന്നെ നമുക്ക് ഇനി എന്തെങ്കിലും ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ആവശ്യങ്ങൾ, അപ്പോൾ ആരോഗ്യപരമായിട്ടുള്ള അസുഖങ്ങൾക്കൊക്കെ വരുമ്പോൾ തന്നെ ഈ ലോണ് എടുക്കാവുന്നതാണ്. ഇനി എങ്ങനെയാണ് ഈ ഒരു ലോണിന് വേണ്ടി അപേക്ഷിക്കേണ്ടതെന്ന് നമുക്ക് കൃത്യമായിട്ട് പരിശോധിക്കാം. നമ്മുടെ ഫോണിൽ ഗൂഗിൾ ഓപ്പൺ ചെയ്ത് അവിടെ ഗ്രാമീൺ ഈസി ലോൺ എന്ന് സെർച്ച് ചെയ്താൽ കേരള ഗ്രാമീൺ ബാങ്കിൻ്റെ വെബ്സൈറ്റാണ് ഓപ്പണായിട്ട് വരുന്നത്. ആ ഒരു സൈറ്റ് തുറക്കുമ്പോൾ തന്നെ നമുക്ക് പേഴ്സണൽ ലോണെന്ന് കാണുവാൻ സാധിക്കുന്നതാണ്. അവിടെ നമുക്ക് ഗ്രാമീൺ ഈസി ലോണിൻ്റെ എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായിട്ട് കാണുവാൻ സാധിക്കുന്നതാണ്. ആ കാര്യങ്ങൾ കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കുവാനും സാധിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾ കൃത്യമായിട്ട് ഈ ഒരു ലോണ് എടുക്കുവാനായിട്ട് പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാ മാനദണ്ഡങ്ങളും വായിച്ച് മനസ്സിലാക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഈ ഒരു ലോണെന്നല്ല, ഏതൊരു ലോണ് നമ്മൾ എടുക്കുവാനായിട്ട് പോയാലും തീർച്ചയായിട്ടും ആ ലോണിൻ്റെ എല്ലാ മാനദണ്ഡങ്ങളും A to Z വരെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ടും വായിച്ച് മനസ്സിലാക്കിയ ശേഷം മാത്രമേ അപ്ലൈ ചെയ്യുവാൻ പാടുള്ളൂ. നമുക്കറിയാം, ഈ ഒരു ലോൺ എന്ന് പറയുന്നത് അത് വലിയൊരു ബാധ്യതയാണ്. കാരണം നമ്മൾ ആ ഒരു വലിയൊരു തുക കടമായിട്ട് എടുക്കുകയാണ്. ഒരുപക്ഷെ നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ ചില സമയങ്ങളിൽ നമുക്ക് ലോണുകൾ എടുക്കാതിരിക്കുവാനും സാധിക്കുന്നതല്ല. കാരണം നമ്മുടെ കയ്യിൽ പണം ആവശ്യത്തിന് മതിയാകാതെ വരുന്ന സാഹചര്യമുണ്ട്. കൂടുതൽ പണം ആവശ്യമായിട്ടും വരും. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങൾക്കൊക്കെ നമുക്ക് ലോണിനെ ആശ്രയിക്കേണ്ട സാഹചര്യം ഉണ്ടായിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു ലോണ് എടുക്കേണ്ടി വന്നാൽ പോലും സർക്കാർ അംഗീകൃത RBI അപ്രൂവ്ഡ് ആയിട്ടുള്ള നല്ല ധനകാര്യ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ നല്ല ബാങ്കുകളിൽ നിന്ന് മാത്രം ലോൺ എടുക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അല്ല എങ്കിൽ നിങ്ങൾ നൽകിയിട്ടുള്ള നിങ്ങളുടെ സ്വർണമോ വീടോ അല്ലെങ്കിൽ സ്ഥലമോ ഒക്കെ ഈടായിട്ട് നൽകിയിട്ടുണ്ടെങ്കിൽ അത് നഷ്ടപ്പെടുന്ന സാഹചര്യത്തിലേക്ക് എത്തപ്പെടുന്നതാണ്. അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായിട്ട് ഈ കാര്യങ്ങളെല്ലാം വായിച്ച് മനസ്സിലാക്കിയ ശേഷം മാത്രമേ നിങ്ങൾ ഏത് ബാങ്കിൻ്റെ ലോൺ ആയിക്കോട്ടെ അപേക്ഷിക്കുവാൻ പാടുള്ളൂ. ഇവിടെ ഗ്രാമീൺ ഈസി ലോണിൻ്റെ കാര്യം പറയുമ്പോൾ ഇവിടെ ആദ്യം തന്നെ ഈ ലോൺ നൽകുന്നതിൻ്റെ ഉദ്ദേശം പറഞ്ഞിട്ടുണ്ട്. അതായത് ആളുകൾക്ക് ബിസിനസ് അല്ലാത്ത നമ്മുടെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള പേഴ്സണൽ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ഈ ഒരു ലോണിന് അപേക്ഷ വയ്ക്കുവാനായിട്ട് സാധിക്കുന്നത്. ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ബിസിനസ് ആവശ്യങ്ങൾക്ക് ഈ ഒരു ലോണ് എടുക്കാൻ സാധിക്കില്ല എന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. അതായത് ആളുകൾക്ക് ബിസിനസ് അല്ലാത്ത നമ്മുടെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള പേഴ്സണൽ ആവശ്യങ്ങൾക്കായിട്ടാണ് നമുക്ക് ഈ ഒരു ലോണിന് വേണ്ടി അപേക്ഷിക്കുവാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ ബിസിനസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ നിങ്ങൾക്ക് മറ്റു വഴിയിലുള്ള മുദ്രാ ലോൺ പോലുള്ള നിരവധിയായിട്ടുള്ള സ്കീമിനെ കുറിച്ച്, അതുപോലെ തന്നെ സർക്കാർ അംഗീകൃത വായ്പകളെ കുറിച്ചൊക്കെ തന്നെ നമ്മൾ മുൻപ് വീഡിയോസിലൊക്കെ നിങ്ങളുമായി ഷെയർ ചെയ്തിരുന്നതാണ്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഗ്രാമീൺ ഈസി ലോണിൻ്റെ കാര്യം നിങ്ങളുടെ പേഴ്സണൽ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമായിരിക്കും എടുക്കുവാനായിട്ട് സാധിക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള, അതായത് നിങ്ങൾക്ക് ഇപ്പോൾ ആരോഗ്യ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ ആ ഒരു ചിലവിനായിട്ടും നിങ്ങൾക്ക് ഈ ലോണ് എടുക്കുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.